അല്ല നൗസാദെ, അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഇജൊക്കെ ഈ സ്റ്റേജുമൊക്കെ പോകുമ്പോൾ ഇജെന്താണ് മറ്റേ കഞ്ചാവ് വലിച്ചിട്ടാണോ സ്റ്റേജുമൊക്കെ പോണത്? അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുകയാണ്. ഈ ഇതിപ്പോൾ പിന്നെ പമ്പേഴ്സും പറയുന്നുണ്ട് യഥാർത്ഥ സമസ്ത പിന്നെയുടെ തീരുമാനവുമായി ബന്ധപ്പെട്ട് കൊണ്ടോട്ടി കൈക്കാരെ സംബന്ധിച്ച് സമസ്ത ശംസുലുലമ പ്രതിനിധാനം കൊള്ളുന്ന സമസ്തയുടെ നേതൃത്വത്തിൽ എന്ത് പ്രമേയമാണ് പാസ്സാക്കിയത്, എന്താണ് അവിടെ ഉണ്ടാക്കിയത്, എന്താണ് കൊണ്ടോട്ടി തങ്ങന്മാരെ പറ്റിയിട്ട് പറഞ്ഞത് എന്ന് നമ്മളെ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറയുന്നുണ്ട്. അതൊന്ന് കേട്ട് നോക്കാം നിങ്ങൾ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സാധനങ്ങളെ എന്തിനാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഓരോ നാട്ടുകൂടി കൊടുന്നുകാണ്ട് ഇവരൊക്കെ വെറുതെ ഇസ്ലാമിനെ മലീമസമാക്കാൻ വേണ്ടിക്കൊണ്ട് ഓരോരുത്തർ തുനിയുന്നത് എന്നറിയുന്നില്ല. കാരണം ഒരു 3-4 പ്രായം ചെന്ന നേർച്ച തന്താരിയും കാണുന്നുണ്ട് മൂല്യന്മാർ സ്റ്റേജിൻ്റെ മുകളിൽ. എന്തിനാണ് ഇറ്റങ്ങളൊക്കെ ഇറ്റങ്ങൾ വലിച്ചേറ്റിക്കൊണ്ട് ഇറ്റങ്ങൾ പോയിരിക്കണമെന്നാവും. ഇറ്റങ്ങൾക്കത് മനസ്സിലാകണില്ലാവും. കാരണം സമസ്തയുടെ ഒരു ഉന്നത നേതാവാണ് ഹമീദ് ഫൈസി അമ്പലക്കടവ്. ഹമീദ് ഫൈസി അമ്പലക്കടവ് കൊണ്ടോട്ടി കൈക്കാരെ സംബന്ധിച്ച് പറയുന്നുണ്ട്, സമസ്ത പാസ്സാക്കിയ പ്രമേയം വായിച്ചിട്ട് പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം നിങ്ങൾ. 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ രൂപീകരിച്ച ശേഷം ആദ്യമായി ചേർന്ന സമസ്തയുടെ സമ്മേളനം മണ്ണാർക്കാടാണ്. 1930, 3 കൊല്ലം കഴിഞ്ഞ് 4ാമത്തെ കൊല്ലം. ആ 4ാമത്തെ കൊല്ലം സമസ്ത കേരള ജംഇയ്യത്തുൽ അംഗീകരിച്ച് മണ്ണാർക്കാട് സമ്മേളനത്തിന്റെ പ്രമേയത്തിൽ കൃത്യമായി നിങ്ങൾ അകറ്റി നിർത്താൻ വേണ്ടി സമസ്ത കേരള ജംഇയ്യത്തുൽ മുസ്ലിം സമൂഹത്തോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഞാൻ ആ പ്രമേയം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ചോറ്റൂർ കൈക്കാർ, അന്നത്തെ ഒരു വിഭാഗമാണത്, വ്യാജന്മാർ, കൊണ്ടോട്ടി കൈക്കാർ, കാദിയാനികൾ, വഹാബികൾ നിങ്ങളാ തുടങ്ങിയ മുതലായവരുടെ ദുർവിശ്വാസ നടപടികൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ നടപടികളോട് കേവലം മാറാക കൊണ്ട് അവരുടെ വിശ്വാസ നടപടികളോട് പിന്തുടരലും അവരോടുള്ള കൂട്ടുകെട്ടും സുന്നി മുസ്ലിങ്ങൾക്ക് കേവലം പാടുള്ളതല്ലെന്ന് ഈ യോഗം തീരുമാനിച്ചിരിക്കുന്നു. 1930 മാർച്ച് 17 സമസ്തയുടെ തീരുമാനം. അവരുള്ള കൂട്ടുകെട്ട് അത് സമസ്തയുടെ നിലപാടാണ്. അത് ലോകത്ത് എല്ലായിടത്തും, ഇവിടെ മാത്രമല്ല, ബിദഅകളോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സച്ചരിതരായ മുൻഗാമികൾ സ്വഹാബത്ത് തൊട്ട് താബികൾ തൊട്ട് നടത്തിയിട്ടുള്ളത്. 1926 സമസ്ത രൂപീകരിച്ചതിന് ശേഷം 3 കൊല്ലം കഴിഞ്ഞ് 4ാമത്തെ കൊല്ലത്തിൽ അതിൻ്റെ യോഗത്തിൽ വെച്ചുകൊണ്ട് ഈ കൊണ്ടോട്ടി കൈക്കാരെ ഒഴിവാക്കിയതായിട്ട് രേഖപ്പെടുത്തി എന്ന് നമ്മളെ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഇതാ പറയുന്നത്. എന്താണ് ഇവർക്കൊന്നും ഇനി നേരം വെളുക്കാത്തതെന്ന് അല്ലാഹു അഅലം. അതുപോലെ ഇനി നജീബ് മൗലവി ഇതുമായി ബന്ധപ്പെട്ട് കണ്ട് ഒരു വിഷയം കേട്ടിരുന്നു. അതൊന്ന് കേട്ടോ നോക്കാം. നജീബ് മൗലവി എന്താ പറയുന്നത്? അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമായി അവരുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാരുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഷെയ്ഖ് ജുഫരി തങ്ങൾ അവർകൾ എതിർത്തിരുന്നു. അദ്ദേഹം അതിൻ്റെ പേരിൽ കൻസുൽ ബറാഹി എന്ന് പറഞ്ഞ പേരിൽ ഒരു പ്രത്യേക കവിതകളും മറ്റും ഒരു റിസാലൊക്കെ രചിച്ചിട്ടുണ്ട്. അതിൽ ഇവരെ പറ്റി പ്രത്യേകം പറയുന്നുണ്ട്, ശരിയായ തുരീഖത്തല്ല എന്ന്. എന്നാൽ അത് ശരി, ജിഫിരി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് ശരിയായ ത്വരീഖത്തല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ കിതാബിലുള്ള രംഗവും നമ്മളെ നജീബ് മൗലവി പറയുന്നുണ്ട്. ഈ മുഹമ്മദ് ഷാ അവർകളുടെ പരമ്പര കല്യാണിൻ്റെ ആ ഭാഗത്ത് നിന്ന് വന്ന അവർ സയ്യിദുമാരാണ് എന്ന് അവർക്ക് തന്നെ വാദമില്ല എന്നാ ഷെയ്ഖുന പറയാറ്. ഓല് തങ്ങന്മാരാണെന്ന് വെച്ചാൽ തങ്ങന്മാരാണ് എന്ന് ഓൽക്ക് തന്നെ വാദമല്ല, ഓലത് പറയാറുമില്ല എന്നാണ്. ആദ്യമൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മുടെ ടി കെ ഹംസ സാഹിബ് അവിടുന്ന് കൊണ്ടിട്ടിരുന്നു. നമ്മുടെ ടി കെ ഹംസ മുൻ മന്ത്രി ടി കെ ഹംസ അത് അവിടുന്ന് കൊണ്ടിട്ട് മുപ്പര് ആദ്യത്തെ ഭാര്യ മരിച്ച ഭാര്യ അവിടുത്തെ. നൗസാദേ, കേട്ടിലേക്ക് സ്വതക്കത്തുള്ള ഉസ്താദ് പറഞ്ഞതേ, മുഹമ്മദ് ഷാ അവര് തങ്ങളാണെന്ന് അവർക്ക് തന്നെ വാദമല്ല. അനക്കാണ് പിന്നെ ഒരു തങ്ങളാണെന്നുള്ള വാദമുള്ളത്. ആർക്ക്? നൗസാദിനും പമ്പേഴ്സിനും കുഞ്ഞേമീനും ഒരു തങ്ങളാണെന്ന് വാദമുള്ളത്. അവർ പറയുന്നത് എന്താണ്? ഞങ്ങൾ തങ്ങളാണെന്ന് ഞങ്ങൾക്ക് തന്നെ ഉറപ്പില്ല, ഞങ്ങൾ തങ്ങളാണെന്നുള്ള കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് ഉറപ്പില്ല എന്നാണ് അവർ പറയണത്. മുഹമ്മദ് ഷാ പറയണത് ഞങ്ങൾ തങ്ങളാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പില്ല. എന്നിട്ട് ഇവർ പറയാണ്
ഒരു തങ്ങൾ തന്നെയാണ്. എന്തിനു വേണ്ടിയിട്ട്? എടാ എന്താണ് ഉസ്താദ് എങ്ങനെയൊക്കെ ആയാൽ? എന്താണ് ഉസ്താദ് എങ്ങനെയൊക്കെ ആയാൽ? ഏതായാലും ഓൻ്റെ ഇന്നത്തെ ഒരു പ്രസംഗമുണ്ട്, അതൊന്ന് കുറച്ച് കേട്ട് നോക്കാം നമുക്ക്. നിങ്ങളുടെ സമസ്തയുടെ പ്രസിഡന്റായിരുന്ന സ്വതക്കത്തുള്ള ഉസ്താദ് എങ്ങനെ കൊണ്ടോട്ടിയിൽ വന്ന് സിയാറത്ത് ചെയ്തു? അതാ മോയൻ്റെ സ്വതക്കത്തുള്ള ഉസ്താദ് പറഞ്ഞതാണ്. കൊണ്ടോട്ടി തങ്ങന്മാരെ സംബന്ധിച്ച് സ്വതക്കത്തുള്ള ഉസ്താദ് പറഞ്ഞതും സ്വതക്കത്തുള്ള ഉസ്താദ് കാട്ടിയതും അതുപോലെ തന്നെ അവരിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടും ആണ് നജീബ് ഉസ്താദ് പറഞ്ഞത്. ഇജ്ജ് കേട്ടില്ലേ? എന്താ എൻ്റെ കഥ? കൊണ്ടോട്ടിയിലെ കുബ്ബ സിയാറത്ത് ചെയ്തതോടെ സ്വതക്കത്തുള്ള ഉസ്താദ് ഷിയയായോ? ഇനി സ്വതക്കത്തുള്ള ഉസ്താദ് അവിടെയാണ് സിയാറത്ത് ചെയ്തിക്കണെന്ന് വെക്കുക, അതുകൊണ്ട് സിയാറത്ത് ചെയ്യൽ കൊണ്ട് ഷിയാവോ? അങ്ങനെ ഉണ്ടോ നൗഷാദേ? അങ്ങനെ ഉണ്ടോ? ബോറയായോ ബോറ മൗലവി? അത് തൊയ്യറിനോട് ബോറയായോ ബോറ മൗലവിയാണ് മറ്റേ ഇയാളാണ് കുഞ്ഞാമീനെ. ഓൻ്റെ കുഞ്ഞാമീനെ തന്നെ സ്റ്റേജമ്മ ഇരുത്തിയാണ്ട് കളിയാക്കുക. ഓൻ്റെ സ്റ്റേജമ്മ ഇരുത്തിയാണ്ട് കുഞ്ഞാമീനെ കളിയാക്കുക. എന്താ നൗഷോ? ചെയ്തതാട്ടോ തൊയ്യർസ്ഥാനോട്. ഷിയയായോ? എന്താ ആയത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ പരമ്പരപ്പെടെത്തിയത് OK സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ, അടുത്തത് KK സ്വതക്കത്തുള്ള ഉസ്താദ്, മൂപ്പര് ഷിയ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. പരമ്പര മുറിഞ്ഞോ? പിരിച്ചു വിട്ട് പൊയ്ക്കോളി, വല്ല പൂള കുത്താനും പൊയ്ക്കോളി. അത് പിരിച്ചു വിട്ട് പോകേണ്ടി വരും, പൂളക്ക് കളക്കാൻ വേണ്ടി പോകേണ്ടി വരും. പക്ഷെ പൂളക്ക് കളക്കാനും വിളിക്കൂല. അങ്ങനെ അരന്ന് തെണ്ടി നടക്കേണ്ടി വരും ഇൻഷാ അല്ലാഹ്. അവിടേക്കാണ് തൂക്കം നൗഷാദേ, അങ്ങോട്ടാണ് എൻ്റെ തൂക്കം. കാരണം ഇജ് കൈവെക്കാത്ത ഒരു പണ്ഡിതന്മാരില്ല. അപ്പം ആയതുകൊണ്ട് മിക്കവാറും പൂളക്ക് കളക്കാനും ആരും വിളിക്കൂല, അരന്ന് തെണ്ടി നടക്കേണ്ടി വരും ഇൻഷാ അല്ലാഹ്. അത് നമുക്ക് കണ്ണിൽ കാണേണ്ടി വരും. ഞങ്ങളോട് പറഞ്ഞേ എന്ത് പരമ്പര ഞങ്ങൾക്കുള്ളത്? സ്വതക്കത്തുള്ള ഉസ്താദിനെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾക്ക് പരമ്പര പറയാൻ കഴിയോ? പിന്നെ ഈ കെ ഉസ്താദിനോട് പിന്നെന്തായാലും തള്ളി തീരങ്ങൾ ഉന്നിയല്ലാന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാ. എന്നാ അനക്കൊരു വർത്താനം കേൾക്കണോ? ഷംസുൽ ഉലമ EK ഉസ്താദിൻ്റെ വിഷയത്തോടനുബന്ധിച്ച് EK ഉസ്താദ് എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിൽക്കുന്നയാളാണ് ഹമീദ് ഫൈസി അമ്പലക്കടവ്. ഹമീദ് ഫൈസി അമ്പലക്കടവാണ് അവിടുത്തെ കൊണ്ടോട്ടി കൈക്കാരമായി കൊണ്ട് സമസ്തയുമായി ഇസ്ലാമുമായി കൊണ്ടുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട ഇത് വായിച്ചത്. അത് കേട്ടല്ലോ, സമസ്ത എന്ന് പാസ്സാക്കിയത്. അത് കഴിഞ്ഞതിന് ശേഷം നജീബ് മൗലവി സ്വതക്കത്തുള്ള ഉസ്താദുമായി കൊണ്ട് എങ്ങനെയാണ് ബന്ധം എന്നുള്ളത് അതും നജീബ് ഉസ്താദും പറഞ്ഞു. മാത്രമല്ല ഈ കൊണ്ടോട്ടി തങ്ങന്മാർ എന്ന് പറയുന്നത് തങ്ങന്മാരല്ല, ഞങ്ങൾ തങ്ങന്മാരൊന്നും അല്ല എന്ന് അവർക്ക് തന്നെ വാദമുണ്ട്. അതും കേട്ടു. എന്നിട്ട് പിന്നെ ഇങ്ങനെ കടന്ന് ചത്തുകൊണ്ട് കുത്തിരിക്കുക. അനക്കൊക്കെ ഉള്ളിക്ക് തൂറാൻ പോയിക്കൂടെ നൗഷാദേ? ഇതൊന്ന് ചിന്തിച്ചോക്കാം. എൻ്റെ വലിപ്പം, എൻ്റെ കോലം ഇതൊന്ന് ചിന്തിച്ചോക്കാം. ഈ ദുൽഹിജ്ജ മാസത്തിൽ ഒന്നാം തീയതി കിടക്കുന്നതിൻ്റെ മുമ്പ് ഈ ജാതി വാർത്താനായിട്ട് ഇറങ്ങിയ എന്താ എൻ്റെ ലെവല്? പൊന്നാരെ കുട്ടിയെ ഇതേമാതിരി ഒരു സ്റ്റേജ് കെട്ടിയ സ്ഥിതിക്ക് ഈ ദുൽഹിജ്ജ മാസത്തിനെ സംബന്ധിച്ച് അറഫ നോമ്പിനെ സംബന്ധിച്ച് ഇതുപോലെ എത്ര കാര്യങ്ങൾ പറയാണ്ട്. അങ്ങനെ എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അത് പറഞ്ഞൂടെ? ഇജ് ഇവിടെ കയറിയാണ്ട് കൊത്തിയിട്ട് കാര്യമില്ലടാ നൗഷാദേ, കാര്യമില്ല. കുഞ്ഞേമതേ കാര്യമില്ല. പമ്പേസേ കാര്യമില്ല. അത് നിങ്ങൾ വല്ലാഹി റബ്ബുൽ കഅബ വ റബ്ബുൽ മുസ്അഫ്, സത്യം നിങ്ങൾ എത്ര കളിച്ചിട്ടും കാര്യമില്ല. കാരണം ഇത് തീയിൽ മുളച്ചതാണ് കാന്തപുരം. ആ കാന്തപുരത്തിന് വെയിലത്തിട്ട് വാട്ടാൻ നോക്കിയിട്ട് കാര്യമില്ല കേട്ടോ. വെയിലത്തിട്ട് വാട്ടാൻ നോക്കിയിട്ട് കാര്യമില്ല. കാരണം തീയിൽ മുളച്ച സാധനമാണത്. അത് തീയിൽ മുളച്ചതിനെ വെയിലത്തിട്ട് വാട്ടാൻ നിന്നെപ്പോലത്തെ നിങ്ങൾ 2-3 ആൾക്കാർ ഒരുങ്ങിയാൽ അത് താൽക്കാലികം അള്ളാന്റെ ഉലകത്ത് നിന്ന് നടക്കൂല എന്നുള്ള കാര്യം ഉറപ്പിച്ചോ. എത്ര ചെയ്തിട്ടും കാര്യമില്ല. നിങ്ങളിനി കാന്തപുരം നിങ്ങളൊന്നും ഒന്നും അല്ല കുട്ടിയെ. ഇതിലും വലുത് 1989, 90, 92 കാലങ്ങളിൽ എന്തൊക്കെ പറഞ്ഞിരുന്നു അറിയോ?
എന്തൊക്കെ എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഒരു പുൽക്കൊടിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല, ഒന്നും സംഭവിച്ചില്ല. ഇന്ന് ഇജ്ജ് നടക്കണേക്കാൾ ഉഷാറായിട്ട് നടക്കാനും യാത്ര ചെയ്യാനും പോകാനും ആരോഗ്യം 90 വയസ്സായിട്ടും കാന്തപുരം ഉസ്താദിനുണ്ടെങ്കിൽ അത് സുന്നത്ത് ജമാഅത്തിന്റെ മക്കളുടെ പ്രാർത്ഥനയാണ്. അത് മനസ്സിലാക്കിക്കോ. എന്നിട്ട് ഇജ്ജ് ഇങ്ങനെ കണകുണ വർത്താനം പറയാം. അത് ലോകത്ത് നടക്കാൻ പോണ കാര്യം. ഓരോ പമ്പൈസ് പറയുന്നോ കാണികൾ, ഓരോന്ന് പറയട്ടെ. പേരോടാതാണ് ഒരിക്കൽ സാഹിത്യോത്സവത്തിൽ പറഞ്ഞാൽ നമ്മൾ പാടുന്ന പാട്ടുകൾ ആരുടേതാണെന്ന് ശരിക്കും നോക്കണം. അതിനെക്കുറിച്ച് വിവരമുള്ള ആൾക്കാരോട് അന്വേഷിക്കണം. ആരങ്ങളെ കൂട്ടതിനെ പറ്റി ഒരു വിവരമുള്ള ആൾക്കാരെ പേരോടിനോട് പാട്ടിനെ പറ്റി വലിച്ചിട്ട് വല്ലതും കാര്യമുണ്ടോ? ആരങ്ങളെ കൂട്ടത്തിൽ അതിന് വിവരമുള്ളവർ എന്ന് ചോദിച്ചാൽ ബക്ക് വല്ല വിവരമുണ്ടോ ഈ മൊയന്തിന്? ഇവന് പിന്നെ പമ്പൈസ് എന്ന് പേര് വരാൻ തന്നെ കാരണം എന്താ? കിതാബിൻ്റെ പേര് പറഞ്ഞിട്ട് ആ കിതാബ് ഇപ്പം പമ്പൈസാക്കണം എന്ന് പറഞ്ഞാൽ പോത്താപ്പം. അത്ര വിഡ്ഢിയാണ് പോ, പരമ ചെറ്റേ പോ. എന്നിട്ട് ഇവനാ നിങ്ങളെ കൂട്ടത്തിൽ ആരൊക്കെ അത്ര വിവരമുള്ളത് പേരോട് ഉസ്താദിനെ സംബന്ധിച്ച്?